എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ 9 നടക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതിയിലേക്കുള്ളൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ ഫലങ്ങൾ ഇടവം രാശിക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ഈ ഒക്ടോബർ 9 ഉച്ച കഴിഞ്ഞ് വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം വീണ്ടും നേർഗതിയിലേക്ക് വരുന്നത് ഫെബ്രുവരി 4 അടുത്ത വർഷം ഫെബ്രുവരി 4 മാത്രമേ നേർഗതിയിലേക്ക് വരുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ അടുത്ത വർഷം 4 ഫെബ്രുവരി 4 ചൊവ്വാഴ്ച 3 മണിയോ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് നേർഗതിയിലേക്ക് വീണ്ടും വരുന്നത്. ഏകദേശം 4 മാസക്കാലമുണ്ട്. ഈ 4 മാസക്കാലത്തെ ഫലമാണ് പറയുന്നത്. അത് ഇടവം രാശി കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്നതാണ് ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങൾ. അവർക്ക് ഈ ഫലം എപ്രകാരമാണ് നമുക്ക് നോക്കാം. ഇടവൻ രാശിക്കാർക്കിപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെയാണ്. ജന്മവ്യാഴമാണ്. 1-ാം ഭാവത്തിൽ വ്യാഴം. കണ്ടകശനിയാണ്. ശനി 10-ലുണ്ട്. 11-ൽ രാഹു, കേതു 5-ൽ എന്നിവയാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. നമ്മളുടെ ഇടവം രാശിക്കാരുടെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 2023 മുതൽക്കൊരു അവർക്ക് അടുത്ത പരീക്ഷണത്തിലൂടെ വേണമെന്നാണ് പറയേണ്ടത്. 23 മുതൽക്ക് ഇവർക്ക് 23 തുടങ്ങിയപ്പോൾ തന്നെ കണ്ടകശനി ആരംഭിച്ചു. കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യാഴം കഴിഞ്ഞ വർഷം അതായത് 23 ഏപ്രിലോട് കൂടിയിട്ട് വ്യാഴം മറിഞ്ഞ് 12-ാം ഭാവത്തിലേക്ക് പോയി. 12-ൽ വ്യാഴവും കണ്ടകശനിയും കൂടെ ദുരിതപൂർണ്ണമായി കഴിഞ്ഞാണ് ഇവരാകപ്പാടെ ഒന്ന് തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോയ ആൾക്കാരുണ്ടാകും. പല രീതിയിലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടിലൊക്കെ കാലക്കേട് പിടിച്ച ഒരു സമയത്തിലൂടെ കടന്നുപോയവർ. എന്തു തന്നെ ഇരുന്നാലും ഇപ്പോഴും ആ കാലക്കേട് തുടരുന്നു എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും ഈ 2024 മെയ് മാസം ആരംഭിച്ചപ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടി. കാരണം 12 നിന്ന് വ്യാഴം ഇവർക്ക് ജന്മവ്യാഴത്തിലേക്ക് പോയി. ജന്മവ്യാഴവും അത്ര ഒരു സുഖകരമായില്ല. ജന്മേ രാമവനെ ദുഃഖം എന്നൊക്കെ ഒരു ഉപമകളൊക്കെ ഉണ്ട്. വ്യാഴം ജന്മഭാവത്തിൽ വന്നപ്പോൾ രാമൻ വനവാസ ദുഃഖം അനുഭവിച്ചു, ദുഃഖിതനായി നടന്നു എന്നൊക്കെ ഒരു ശോകമയമായൊരു അന്തരീക്ഷം. നമ്മുടെ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞൊരു ശോകമായൊരു അവസ്ഥ ഉണ്ടല്ലോ കുറച്ച് നേരത്തേക്ക്. നമ്മളൊന്ന് യഥാർത്ഥമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഈ രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ രൂക്ഷമായിരുന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവർ തന്നെയാണ് ഇപ്പോഴും അവർക്ക് വേണേൽ പറയാം നമുക്ക്. എന്നിരുന്നാലും ഇടവം രാശിക്കാർക്കൊരു നല്ല വാർത്ത. ഈ വരുന്ന 4 മാസം ഒക്ടോബർ 9 മുതൽക്ക് 4 മാസം ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു റിക്കവറി, അതായത് ഇവരുടെ അവരുടെ ആ ഒരു മനസ്സിനും അവരുടെയൊക്കെ സംഭവിച്ച അവർ കുറച്ച് കേടുപാടുകളൊക്കെ മാറി അവർ നല്ല രീതിയിലൊന്ന് റിക്കവറാവും. അപ്പോൾ അവർക്ക് ഇപ്പം നിലവിൽ ഇതൊക്കെ ശരിയാവുമെന്നൊക്കെ പേടിച്ചിരിക്കുന്ന ഇടവൻ രാശിക്കാരെല്ലാം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾക്കൊരു വരുന്ന 4 മാസം കൂടെ നിങ്ങൾ നല്ല രീതിയിലൊരു റിക്കവറി നടത്തും. അപ്പോൾ കാലഘട്ടം അനുകൂലമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കണ്ടകശനിയുടെ ദോഷം അവിടെ നവംബർ 15 വീണ്ടും ഫലത്തിൽ വരും. എങ്കിലും വ്യാഴത്തിൻ്റെ ആ ഒരു വക്രഗതി കൊണ്ടിട്ട് നിങ്ങൾക്കൊരു പരിധിവരെ നിങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്കൊന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസമുണ്ട്. കാര്യമായൊരു ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു യഥാർത്ഥത്തിലെ റിക്കവറി സമയം ഇതാണ്. ഒക്ടോബർ 9 മുതൽ നവംബർ 4 വരെ. നിങ്ങൾ യാതൊരു ഫെബ്രുവരി 4 വരെ നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു അനുകൂലമായൊരു സമയം മുൻപിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം വീണ്ടും ജന്മവ്യാഴം തുടരും. എങ്കിലും 4 മാസം, ആ 4 മാസം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് ഒരു അടുത്ത വർഷം മെയ് മാസം കടന്നു കിട്ടാനുള്ള കാരണം അതിനുള്ള ഒരു വഴികളൊക്കെ നിങ്ങൾ ഈ 4 മാസങ്ങളിൽ കണ്ടെത്തി എല്ലാം ശരിയാക്കി വെക്കണം. അപ്പോൾ അത് നിങ്ങൾ അടുത്ത ഒരു മെയ് മാസം ഒന്ന് കടന്നു കിട്ടുന്നതിന് വരെയുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത, പിന്നെ അടുത്ത വർഷം ഫെബ്രുവരി 4 വ്യാഴത്തിൻ്റെ വക്രഗതി എന്നൊരു അനുകൂല സമയം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു 3 മാസം കൂടെ ജന്മവ്യാഴം അനുഭവിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സന്തോഷ വാർത്ത കണ്ടകശനി അടുത്ത മാസം തന്നെ പോകുന്നുള്ളതാണ്. അടുത്ത വർഷത്തിൽ ഫെബ്രുവരി 4 മാർച്ച് മാസത്തിൽ കണ്ടകശനി ഒഴിയും. മാർച്ച് മാസം അവസാന 3-ാമത്തെ ആഴ്ചയോടുകൂടി കണ്ടകശനി ദോഷവും ഒഴിയും. അപ്പോൾ എന്തായാലും പ്രതീക്ഷയുടെ സമയം തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. നിങ്ങളുടെ ആ പരീക്ഷണഘട്ടം നിങ്ങൾ ഏകദേശം ഒരു 90% അതിജീവിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ശ്രേയസ്സുകളും കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.